അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര, പുണർദത്തിൻ മുക്കാല്, അതായത് പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ്. അത് അവരുടെ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിക്കും. അവർക്ക് അവരുടെ ചിന്താശക്തി വർദ്ധിക്കും. പുതിയ ആശയങ്ങൾ രൂപപ്പെടും. അത് ഒരു തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ജോലിയിലും ഒക്കെ അവർക്ക് ഈ തരത്തിലുള്ള പ്രത്യേകിച്ച് ചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക്, പഠനം, ഗവേഷണം മുതലായിട്ടുള്ളവ, മീഡിയ സംബന്ധിച്ചുള്ള ആൾക്കാർ, കൗൺസിലിംഗ് അഥവാ അഡ്വക്കസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ ഈ മേഖലകളിലും മറ്റും പ്രത്യേകിച്ച് കോഴ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യണം, അഥവാ അത് പുതിയ കോഴ്സിന് ചേരണം എന്നുള്ളവർക്ക് ആ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും. അത് അനുകൂലമായിട്ട്, ഭാവിയിലേക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റു രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കുടുംബത്തിലാണെങ്കിലും സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെടുകയും, അഥവാ അങ്ങനെയുള്ള ഫ്രിക്ഷൻസ് ഉള്ള വ്യക്തികൾക്ക് അതൊന്ന് കുറയാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പൊതുവേ ഗ്രഹദോഷ ശാന്തിക്കായിട്ടുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അതുകൂടാതെ വിഷ്ണുവിന് വേണ്ട വഴിപാടുകൾ ചെയ്യുകയോ വിഷ്ണു സഹസ്രനാമാദി ജപം നടത്തുകയും ഒക്കെ ചെയ്യുന്നതും ഉത്തമമാണ്.